ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എത്ര സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നീറ്റലും മനസ്സിന്റെ വേദനയും ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അതൊരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്, കുടുംബത്തിൽ ഒരുപക്ഷെ അനുഭവിക്കുന്നുണ്ടാകാം. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും കുടുംബത്തിലെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ നമ്മെയും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട്, ഒരു നാട് അനുഭവിക്കുന്ന പ്രയാസമുണ്ട്, രാജ്യം അനുഭവിക്കുന്ന പ്രതിസന്ധികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ. പലവിധ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ അത് രോഗങ്ങളായി, സാമ്പത്തിക നഷ്ടമായി, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളായി, ഇടക്കുണ്ടാകുന്ന രോഗങ്ങളായി, പല വിധത്തിൽ പകർച്ചവ്യാധികളായി ഒക്കെ പലപ്പോഴും നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്, എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള കാരണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ വളരെ കൃത്യമായി തെര്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഭൂമിയിലും കടലിലും കരയിലും ഒക്കെ പ്രശ്നങ്ങൾ, ധാരാളം ഫസാദുകൾ, ഫിത്നകൾ ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയണം. ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. ജനങ്ങളുടെ ചെയ്തികളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയണം. ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. ലിയുദീഖഹും ബഅദല്ലദീ അമിലു. അവർ ചെയ്ത ചില കാര്യങ്ങൾ കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ അതിന്റെ പ്രയാസം, അത് മുഖേനയുള്ള പ്രയാസം അള്ളാഹു അവരെ അനുഭവിപ്പിക്കുകയാണ്. ലഅല്ലഹും യർജിഊൻ, എന്നിട്ടെങ്കിലും അവർ തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഇത് പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അത് അള്ളാഹുവിന് വഴിപ്പെട്ടതാക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലും സമാധാനവും സുരക്ഷയും നമുക്ക് വരാനുള്ള മാർഗം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, നമ്മളിങ്ങനെ തെറ്റുകൾ ആവർത്തിച്ചാൽ, അള്ളാഹുവിന് വഴിപ്പെടാതെ ധിക്കാരികളായി ജീവിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി നമ്മൾ ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അള്ളാഹുവിന്റെ ഖുർആൻ പലതവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആവർത്തിച്ചു പറഞ്ഞതാണ്. മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ശിക്ഷകളും അവർക്ക് വന്ന പരീക്ഷണങ്ങളെ കുറിച്ചും ഒക്കെ ഖുർആൻ ധാരാളമായി പറയുന്നുണ്ട്. അതിലൊരു സ്ഥലത്ത് സൂറത്ത് നൂഹിൽ ആ ജനതയെ ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ച് അവർ ദീനിനെ പരിഹസിച്ച്, പ്രവാചകനെ ആക്ഷേപിച്ച്, ആക്രമിച്ച്, വിശ്വാസികളായ ആളുകളെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി അവസാനം അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. മിമ്മാ ഖതീആതിഹിം ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറാ ഫലം യജിദൂ ലഹും മിൻ ദൂനില്ലാഹി അൻസാറാ. അവരുടെ തെറ്റുകൾ കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് രൂപത്തിലാണ് അവർക്ക് പരീക്ഷണം നൽകിയത്. ഒന്ന് ദുനിയാവിലും കൊടുത്തു, ആഖിറത്തിലും കൊടുത്തു. ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറാ, അള്ളാഹു അവരെ ഇവിടെ മുക്കിക്കൊന്നു. അപ്പൊ ദുനിയാവിൽ അള്ളാഹു അവരെ പരീക്ഷിച്ചു. ഫഉദ്ഖിലൂ നാറാ, അത് കാരണം ഇനി പരലോകത്തും അവർക്ക് ശിക്ഷയുണ്ട് എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, വ്യക്തിപരമായി നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോ, ഒരു തെറ്റിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുമ്പോ, അള്ളാഹു നമ്മളോട് നിഷിദ്ധമാക്കിയ വലിയ പാപങ്ങളും തെറ്റുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ, യുദ്ധം പ്രഖ്യാപിച്ച അള്ളാഹു പറഞ്ഞല്ലേ, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. പരീക്ഷ അത് പലപ്പോഴും നമ്മൾ നിസാരമായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മള് പിന്നെ കാർഡിട്ട് കാണ്ട് ATM-ൽ പോയിട്ട് വലിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കുടുങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് ഇനിയിപ്പോ കുറച്ചെന്നെ ഉള്ളല്ലോ, എന്താ പറയാ, അതിൽ ആകെ 100 റുപ്യ അല്ലെങ്കിൽ 200 റുപ്യ ഉള്ളൂ, 200 റുപ്യന്റെ ആവശ്യം വന്നു. അപ്പൊ ആ സമയത്ത് എന്തായാലും കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ ഒരു പലിശ കയറും, ഉറപ്പാണ്, സ്വാഭാവികമാണ്. പക്ഷെ അവിടെ നമ്മൾ അശ്രദ്ധമായിട്ട് പലപ്പോഴും പലിശ, അത് പലപ്പോഴും ആളുകളുടെ ജീവിതത്തിലേക്ക് ഒരു രൂപമാണ് ഞാൻ പറയുന്നത്. അശ്രദ്ധമായിട്ട് ഇനിയിപ്പോ വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുത്തും എടുക്കും. മനസ്സിലായോ? അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ എത്തുമ്പോൾ എല്ലാവരിലേക്കും ഈ പലിശ എത്തുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ഉഷാറാണ്, സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഉഷാറാണ്. പക്ഷേ ആ ഉഷാറ് എല്ലായിടത്തും ഉണ്ടാകണം. അതിന് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. എന്നിട്ട് അലല്ലാഹ്. അപ്പോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പലിശ അത് വലിയ പാപമാണ്, പക്ഷെ മനുഷ്യനതിന് നിസ്സാരമായി കാണുന്ന ഒരു രൂപം. അപ്പൊ ഇങ്ങനെ ശിർക്ക്, ചെറിയ ശിർക്കും വലിയ ശിർക്കും ഒക്കെ ആയിട്ട് ബിദ്അത്തുകൾ, അത് ചിലപ്പോ എന്താ പറയാ, ഞാനിപ്പോ എന്താണ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓലിപ്പോ എന്താണ് വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ബിദ്അത്ത് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾക്ക് എന്താ പറയാ ഒഴിവ് കഴിവുകൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് സഹകരിക്കാം. പക്ഷേ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവും റസൂലും നരകമുണ്ട്, അവർക്ക് ശാപമുണ്ട്,
അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവർ അകന്നവരാണ്, അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതിന്റെ മറ്റൊരു വഴിയിലൂടെ പരീക്ഷണവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടാകും നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക. എത്രത്തോളം അറിയോ, നമുക്ക് നമ്മുടെ ഞാൻ കുറെ നോക്കുന്നുണ്ടൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഇപ്പൊ ഒരു വേണ്ട വിധം ഒരു ബർക്കത്ത് ജീവിതത്തിൽ കിട്ടുന്നില്ല എന്നൊക്കെ ഒരു പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇന്ന റജുല ല യഖറമു ബിദംബി യുസീബുഹു, ചെയ്യുന്ന തെറ്റുകൾ കാരണം ഒരുപക്ഷെ അള്ളാഹു നമ്മുടെ റിസ്ക് വരെ അള്ളാഹു പിടിച്ചു വെക്കും. എന്താ പറഞ്ഞത്? നേരിട്ടോട് പറഞ്ഞാല് വേണ്ടത്ര ലാഭം കിട്ടൂല. അപ്പുറത്തുള്ളവന് ലാഭമുണ്ട്, ഇപ്പുറത്തുള്ളവന് ലാഭമുണ്ട്, ഞമ്മക്കും നേരത്തെ ലാഭം ഉണ്ടായിരുന്നു, പക്ഷെ ആ ലാഭം ഇപ്പൊ കിട്ടുന്നില്ല. ഭൗതികമായി പല കാരണങ്ങളും അതിനുണ്ടാകാം, പക്ഷെ ആ കാരണങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തിയിട്ടും സംഗതി റെഡിയാകണില്ല. അപ്പൊ നമ്മളൊക്കെ ആദ്യം വരേണ്ടത് നമ്മുടെ സ്വന്തത്തിലേക്കാണ്. ആത്മീയതയിലൂടെ സഞ്ചരിച്ചാലേ നമ്മുടെ ഭൗതിക ജീവിതവും വിജയിക്കുള്ളൂ. നമ്മൾ വിശ്വാസികളാണ്. റിസ്ക് തരുന്നവൻ റബ്ബാണ്, റഹ്മത്ത് തരുന്നവൻ റബ്ബാണ്, റഹ്മാനും റഹീമും റബ്ബാൻ. ആ റഹ്മത്തിലാണ് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും ഉള്ളത്. അതുകൊണ്ട് ആ റഹ്മത്ത് വരുന്ന വഴിയിൽ തടസ്സം വെച്ചുകൊണ്ട് നമ്മൾ എത്ര ഭൗതികമായി പരിശ്രമിച്ചാലും നമ്മൾക്കത് കിട്ടൂല. ഇന്ന റജുൽ, ഒരു വ്യക്തി, ലയുഹ്റമു റിസ്ഖ്, അവന്റെ ഉപജീവനം അവനെ തടയപ്പെടും, ബിദംബി യുസീബുഹു, അവനെ ബാധിക്കുന്ന തെറ്റുകാരണത്താൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ വഴിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന ആത്മീയതയുടെ വഴിയിൽ അത് യഥാർത്ഥ വഴിയിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്. ആ സഞ്ചരിക്കുന്നവരിൽ തെറ്റുകൾ സംഭവിക്കാം. മനുഷ്യരാണ്, അല്ലെ? മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിക്കും. പക്ഷേ ബോധപൂർവം തെറ്റുകളിലേക്ക് പോവുക, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാം, അറിഞ്ഞുകൊണ്ട് പാപങ്ങൾ ചെയ്യാം, അറിഞ്ഞുകൊണ്ട് വൻപാപങ്ങൾ ചെയ്യാം, ചെറുപാപങ്ങൾ ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ സമീപനം ഉണ്ടാകേണ്ടത്? തെറ്റ് മനുഷ്യരാണെങ്കിൽ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള പരിഹാരം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളെ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് തെറ്റ്, എന്തൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് പാപം, ഏതൊക്കെയാണ് പുണ്യം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാലേ പാപത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റുള്ളൂ, എന്നാലേ നന്മകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഇസ്തിഗ്ഫാറാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തെറ്റുകൾ വരാതിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ മായ്ച്ചു കളയാനും അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന മാർഗം അത് ഇസ്തിഗ്ഫാറാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയല്ലേ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ വഗലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ വഗലമൂ അൻഫുസഹും, ഒരു തെറ്റവർ ചെയ്തു പോയാൽ, ഒരു അരുതായ്മയിലേക്ക് അവരുടെ മനസ്സും ശരീരവും കണ്ണും കാതും സഞ്ചരിച്ചാൽ, ഔ വലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് അവർ തെറ്റു ചെയ്താൽ, ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവർ പെട്ടെന്ന് അള്ളാഹുവിനെ ഓർക്കും. അപ്പൊ ഇത് മനുഷ്യരിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. മനുഷ്യരാണെങ്കിൽ അത് ഉണ്ടാകും. പക്ഷെ അത് ഉണ്ടാകുമ്പോൾ വിശ്വാസി എന്ത് ചെയ്യും? ദക്കറുല്ലാഹ്, പടച്ചോനെ അങ്ങോട്ട് പോണല്ലോ, അള്ളാഹുവേ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത എന്നോട് ഞാൻ ഈ തെറ്റ് ചെയ്തല്ലോ, ഈ അരുതായ്മ ചെയ്തല്ലോ അള്ളാഹുവേ, അസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവൻ അസ്തഗ്ഫിറുല്ലാഹ് പറയും, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നീ പുറത്തു തരണേ റബ്ബേ എന്നവൻ പറയും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുക? വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. ഇത് പലിശയാനിട്ടോ എന്ന് ഒരാൾ പറഞ്ഞു തരുമ്പോ, അത് പലിശയാനിട്ടോ എന്ന് പറഞ്ഞു തരുമ്പോ അത് പലിശയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ എങ്ങനെയാ ജീവിക്കുക? എനിക്ക് ജീവിക്കണ്ടേ? കുട്ടികളല്ലേ, വല്ല പഠനം നോക്കണ്ടേ? അല്ലെങ്കിൽ ആർക്കാ അത് അറിയാത്തത്, ആരൊക്കെ ഇവിടെ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ജാരനെ ഉപദേശിക്കാൻ അതൊരു വിശ്വാസത്തിന്റെ സമീപനമല്ല. അത് പലിശയാണോ? ഗൗരവമാണ്. ഞാൻ ആ പറയുന്ന വാക്ക് പറയാൻ പാടില്ലാത്തതാണോ? ഗൗരവമാണ്. അതിൽ നിന്ന് മാറി നിൽക്കുന്നവനായിരിക്കും അവൻ. അത് രഹസ്യ ജീവിതത്തിലെ തെറ്റുകളാണെങ്കിലും പരസ്യ ജീവിതത്തിലെ തെറ്റുകളാണെങ്കിലും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണെങ്കിലും അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നമാണെങ്കിലും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് വിശ്വാസിയുടെ സമീപനം എന്ന് പറഞ്ഞ അള്ളാഹു അങ്ങനെ ചെയ്ത വിശ്വാസികളുടെ ഉദാഹരണം നമ്മൾക്ക് പറഞ്ഞു തരാണ്. ഏതാണ്? ആദം നബി അലൈഹിസ്സലാം, ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ആദ്യം വന്ന പാപത്തിൽ അദ്ദേഹം ആദ്യം ചെയ്ത പണി എന്താണ്? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു ചെയ്തു പോയി റബ്ബേ,
ഇതെന്തിനാ അള്ളാഹ് ഇവിടത്തെ പറഞ്ഞത്? എന്തിനാണ് സഹോദരങ്ങളെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു നമ്മൾക്ക് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ എന്തു ചെയ്യണം എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. റബ്ബനാ വലംനാ അൻഫുസനാ, അള്ളാഹുവേ സ്വന്തത്തോട് തെറ്റ് ചെയ്തു പോയി പടച്ചവനെ, അറിയാതെ പറഞ്ഞു പോയി പടച്ചവനെ, അറിയാതെ കണ്ടുപോയി പടച്ചവനെ, കാലങ്ങളായി നാഥാ എന്റെ ജീവിതത്തിൽ ഈ പാപം ഞാൻ ചെയ്തു പോകുന്നുണ്ട് റബ്ബേ. ഫഇല്ലൻ തഗ്ഫിർ ലനാ വതർഹംനാ, അള്ളാഹുവേ നീ മഗ്ഫിറത്ത് നൽകിയിട്ടില്ല എങ്കിൽ, നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ, നിന്റെ റഹ്മത്ത് എനിക്ക് നീ തന്നിട്ടില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഫി ദുനിയ വൽ ആഖിറ, അതായില്ല ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ തിരിഞ്ഞു കളഞ്ഞാൽ ദുനിയാവും ആഖിറവും പോയി സഹോദരങ്ങളെ. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും അള്ളാഹുവേ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കലെന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത്. നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ ജോലിയും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ പ്രശസ്തി കൊണ്ടും നമ്മുടെ പ്രൗഢി കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്? അതെല്ലാം ഉള്ളൊരു മനുഷ്യരുടെ അഭയാർത്ഥികളാണ്. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യർ ആരെങ്കിലും ഒരു വാടക വീട് തരുമോ എന്ന് ആഗ്രഹിച്ച് മറ്റുള്ളവരുടെ വാടകയിൽ ജീവിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെ കോടീശ്വരന്മാർ ഇന്ന് മറ്റുള്ളവരുടെ വാടകപ്പുരയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്ക് സൗഖ്യത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരം ദുരന്തങ്ങൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കുള്ള പാഠമാണത്, മനസ്സിലായോ? ആരും ഒന്നിന്റെയും മേലെയല്ല, എല്ലാവരും താഴെയാണ്. തലകുനിച്ച് വിനയാന്വിതരായി ജീവിക്കേണ്ടവരാണ് എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ. അള്ളാഹുവാണ് അക്ബർ, വലിയവൻ. അതുകൊണ്ട് അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കാതിരിക്കുക, ഇതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റ് സംഭവിച്ചപ്പോ അവിടെ ഉണ്ടായ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി സഹായം ചോദിച്ചപ്പോ അദ്ദേഹത്തെ ആക്രമിച്ച വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ മൂസാ നബിയുടെ പ്രാർത്ഥന അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ഖാല റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലി, അള്ളാഹുവേ അറിയാതെ പറ്റിപ്പോയി റബ്ബേ, ഫഗ്ഫിർ ലി എനിക്ക് നീ പുറത്തു കൊണ്ട് റബ്ബേ. സഹോദരങ്ങൾ, ഇതാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. ഈ ഇസ്തിഗ്ഫാർ ധാരാളമായി നമ്മൾ ചെല്ലണം. ഇതിങ്ങനെ റമളാൻ മാസത്തിൽ ചെല്ലാൻ ഒരു സംഗതിയല്ല, മനസ്സിലായോ? പലപ്പോഴും റമളാൻ മാസത്തിൽ നമ്മൾ ധാരാളമായി ചെല്ലണം. കാരണം അത് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയവും ദിവസവും ഒക്കെ കടന്നു പോകുന്ന സമയമാണ്. പക്ഷേ ഇത് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം എന്തിനാന്ന് വെച്ചാല് റമളാൻ മാസത്തിൽ മാത്രമല്ല നമ്മൾ തെറ്റ് ചെയ്യുന്നത്, അടുത്ത റമളാൻ വരെ ഉണ്ടാവും നമുക്ക് ഉറപ്പില്ലല്ലോ. അല്ലെങ്കിൽ ഇത് നിസ്കാരം കഴിഞ്ഞിരുന്ന ചെല്ലേണ്ട കാര്യം മാത്രമല്ല, എപ്പോഴും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി പറയാണ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മുത്തു റസൂലുള്ളാഹിയെ ഞങ്ങൾ കേട്ടിരുന്നു, മുത്തു റസൂലുള്ളാഹിയെ ഞങ്ങൾ കണ്ടിരുന്നു. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70-ലധികം 100-ലധികം തവണ ഒരു ദിവസം പ്രവാചകൻ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചിരുന്നു. റബ്ബി ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി വഅതൂബു ഇലൈക് എന്ന് തുടങ്ങി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു. അപ്പൊ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്ന് പറഞ്ഞാല് അത് പാപം ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ആ ഇസ്തിഗ്ഫാറിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഖുർആനിലെ അവസാന സമയങ്ങളിൽ ഇറങ്ങുന്ന സൂറത്താണത്. അതായത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിശ്വാസികൾക്ക് ഇസ്ലാമിന് വിജയമൊക്കെ വന്നെത്തിയാൽ ജനങ്ങൾ ഇങ്ങനെ സംഘമായി പ്രവാചകരെ ഈ വിശുദ്ധ ദീനിനെ പുൽകുന്നത് താങ്കൾ കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രണ്ടു കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാം സ്വീകരിക്കുന്നതും ഹക്കിനെ സ്വീകരിക്കുന്നതും അവർക്ക് വിശ്വാസത്തിന്റെ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നതും ഒക്കെ കാണുമ്പോൾ പ്രവാചകനോട് തസ്ബീഹും ഇസ്തിഗ്ഫാറും ചെയ്യാൻ വേണ്ടി പറയുന്നത്? രണ്ടു കാര്യങ്ങളാണ് ഇമാം സഅദി അവിടെ രേഖപ്പെടുത്തുന്നത്. ഒന്ന്, ഇസ്തിഗ്ഫാറിലൂടെയും തസ്ബീഹിലൂടെയുമാണ് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ വന്നെത്തുന്നത്. കിട്ടിയ വിജയത്തിൽ കൂടുതൽ അള്ളാഹുവിനെ തസ്ബീഹിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും നമ്മൾ അധികരിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഏതൊരു വിജയവും ഏതൊരു നിഅമത്തും റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ദീർഘമായ കാലഘട്ടത്തെ പ്രബോധനത്തിന് വിരാമം ഇടാൻ പോവുകയാണ് എന്നുള്ളതിനുള്ള സൂചന കൂടെയാണത്. ഏതൊരു കാര്യത്തിന്റെയും അവസാനം അത് ഇസ്തിഗ്ഫാറിലായിരിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ്, ഹജ്ജ് കഴിഞ്ഞാൽ ഫസ്തഗ്ഫിറു, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടുക. എങ്കിൽ ഈ ജീവിതം ഇങ്ങനെ അവസാനിക്കുമ്പോൾ ഇനി നമ്മൾ ഇസ്തിഗ്ഫാറിലേക്കും തസ്ബീഹുകളിലേക്കും ഒക്കെ ഒതുങ്ങിക്കൂടാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണത്. എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രായമായ ആളുകളൊക്കെ, മനസ്സിലായോ,
ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞുമൊക്കെ ചെയ്ത ഓർമ്മയില്ലാത്ത പലതും, അല്ലെങ്കിൽ ഒരു ദീനിലേക്കൊക്കെ പൂർണ്ണമായി വരുന്നതിന്റെ മുമ്പേ ശരിക്കും ഹക്കും ബാത്തിലും മനസ്സിലാകാത്ത കാലഘട്ടം, അല്ലെങ്കിൽ എന്താ പറയാ പട്ടിണിയുടെ കാലഘട്ടം, കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിലൊക്കെ അറിയാതെ പലതും സാമ്പത്തികമായി വ്യക്തിബന്ധങ്ങളൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. അതൊക്കെ അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാഹ് 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 അത് ധാരാളമാക്കാൻ, അത് നമസ്കാര ശേഷമുള്ള 33-നപ്പുറത്ത് ജീവിതത്തിൽ അത് കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രവാചകൻ അങ്ങനെ കൊണ്ടു നടന്നിരുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പലതും നമുക്ക് നൽകും അല്ലേ? നമ്മള് കുറെ ചെയ്തിക്കണല്ലോ തെറ്റ്, ഇനിയിപ്പോ ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് കാര്യമുണ്ടോ? അങ്ങനത്തെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. അത് നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത്. മനസ്സിലായി? നമ്മളെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നത്. നമ്മളൊരാൾ കുറെ ഇടങ്ങാറാക്കിയാല് നല്ല ദീനൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും ഒരു ദേഷ്യവും ഒക്കെ മനസ്സിലുണ്ടാവും. തിരിച്ചൊരു സഹായം വരുമ്പോൾ കൊടുക്കണ്ടെന്നൊക്കെ തോന്നിപ്പോവും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായം പോയി മുടക്കും. അങ്ങനത്തെ അത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. മനസ്സിലായോ? ഇടങ്ങാറാക്കിയ തിരിച്ചങ്ങോട്ട് ഇടങ്ങാറാക്കുക എന്നുള്ളത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ സ്വഭാവം. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. ആ അടിമകളായ നമ്മളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും നാഥനിലേക്ക് നമ്മൾ മുഖം തിരിച്ചാൽ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വമൻ യഅമൽ സൂഅൻ ഔ യظلم നഫ്സഹു വമൻ യഅമൽ സൂഅൻ ഔ യظلم നഫ്സഹു. ഒരാൾ തെറ്റ് ചെയ്തു, സ്വന്തത്തോട് തെറ്റ് ചെയ്തു, വേണ്ടാത്തരം ചെയ്തു, എന്നിട്ടവൻ സുമ്മ യസ്തഗ്ഫിരില്ലാഹ, എന്നിട്ടവൻ അള്ളാഹുവിനോട് അള്ളാഹുവേ പുറത്തു തരണേ നാഥാ അസ്തഗ്ഫിറുല്ലാഹ് എന്നവൻ പറഞ്ഞാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണാം ഗഫൂറായിട്ടും റഹീമായിട്ടും. വെറും ഗഫൂർ മാത്രമല്ല അല്ലാഹു അപ്പാകുക. അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത ഒരാൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ അള്ളാഹു ഇസ്തിഗ്ഫാറിനെ മാത്രമല്ല കൊടുക്കുക, റഹ്മത്തും കൊടുക്കുന്ന പറഞ്ഞത്. അതാണ് കാരുണ്യവാനായ റബ്ബ്. നമുക്ക് നമ്മൾ അള്ളാഹുവിനെ അറിയില്ല സഹോദരങ്ങളെ. നമ്മൾ അള്ളാഹുവിനെ പഠിക്കാൻ പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ടാ പ്രശ്നം. അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത ഒരാൾ, ആ തെറ്റ് ചെയ്ത ഒരാൾ അള്ളാഹുവിനോട് പാപമോചനത്തെ തേടിയാൽ അള്ളാഹു പാപമോചനം കൊടുക്കും. അതിന്റെ പുറമെ അതും റഹ്മത്താണ്, കൂടുതൽ റഹ്മത്ത് വീണ്ടും കൊടുക്കും. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അള്ളാഹുവിനെ പലപ്പോഴും അറിയാൻ നമ്മൾ ശ്രമിക്കും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. സ്വന്തത്തോട് തെറ്റ് ചെയ്തു പോയവരെ നിങ്ങൾ നിരാശപ്പെടണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. അല്ലാഹു പുറത്തു തരും, അള്ളാഹു എല്ലാം പുറത്തു തരുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ ആശങ്കപ്പെടുന്നത്? അതുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മൾ എന്തിനറിയോ പറയുന്നത്? എപ്പോഴാ പോകാമെന്നും പറയാൻ പറ്റില്ല. ചുറ്റുപാടുകളിൽ കാണുന്ന ഓരോ വാർത്തയും, നാം കേൾക്കുന്ന ഓരോ വാർത്തയും അല്ലെ, മിന്നിമറയുന്ന ഓരോ ഹെഡ്ലൈൻസുകളും നമുക്ക് നൽകുന്ന സന്ദേശം നാളെ ആ അക്ഷരങ്ങൾ നിന്റെ പേരിലായിരിക്കാൻ വരിക. നമ്മളൊന്നും സേഫ് സോണിലാണെന്ന് ആരും ആശ്വസിക്കണ്ട. ഇവിടെ പുഴയില്ലല്ലോ, ഇവിടെ മലയില്ലല്ലോ എന്നും ആരും ആശ്വസിക്കണ്ട. വിധി വന്നാൽ പോണ്ടി വരും. അവരുടെ വിധിയെത്തിയപ്പോൾ അവരുടെ മുകളിൽ മണ്ണായി, മലയായി, മഴയായി ഒന്ന് തന്നെയുള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ ഇന്നത്തെ ചരമോകൾ എടുത്താല് ഒന്നുമില്ലാതെ വെറുതെ ആൾക്കാർ വീണ് മരിച്ചിട്ടില്ലേ? അത്രേ ഉള്ളൂ. മരിക്കാൻ അത്ര മതി. അള്ളാഹ് നമുക്ക് വെച്ച അജലെത്തിയാല് ആ അജൽ എങ്ങനെയാണോ അങ്ങനെ വരും. നമ്മൾ പ്രാർത്ഥിക്കുക, പരീക്ഷണങ്ങളില്ലാതെ, പെട്ടെന്ന് മരണപ്പെടാതെ, അപകട മരണങ്ങളില്ലാതെ, വലിയ പ്രതിസന്ധികൾ, വേദനകളൊക്കെ അനുഭവിച്ച് മരണപ്പെടാതെ ഒരു ശാന്തമായ, ഭൗതികമായും ആത്മീയമായും ഒരു ശാന്തമായ മരണത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അത്രേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ അതിന്റെ മുമ്പ് നമ്മൾ ഒരുങ്ങാനുള്ളത് ഒരുങ്ങുക, കഴുകിക്കളയാനുള്ളത് കഴുകിക്കളയാ. നല്ല ചളില്ല ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ കല്യാണത്തിന് പോവുക. നമ്മള് നല്ല ചളി പിടിച്ച ഡ്രസ്സുമായിട്ട് നമ്മള് സഭയിലേക്ക് ആളുകൾ ഇരിക്കുന്ന ഇടത്തേക്ക് നമ്മൾ പോകും. പാടത്തേക്ക് ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് സഹോദരങ്ങളെ നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങും? ഇല്ല. എങ്കിൽ എങ്ങനെയാണ് ഈ ചളി പുരണ്ട ഹൃദയവുമായി കൊണ്ട് നാഥന്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കുക? എങ്ങനെയാണ് ഈ കറ പുരണ്ട മനസ്സുമായി കൊണ്ട് നാഥന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകുക? അതുകൊണ്ട് ആഖിറുൽ കലിമ, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ഹൃദയത്തെ സുഗന്ധം പൂശാനും ഹൃദയത്തിന്റെ വിളിയാളം എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കുവാനും നാം പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തറിയോ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ, നമ്മൾ ഇസ്തിഗ്ഫാറിനെ ധാരാളമാക്കിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഹൃദയ വിശാലത നൽകും, മനസ്സിന് സമാധാനം കിട്ടും. എന്താ ആൾക്കാരെ പ്രശ്നം? പൈസ ഉണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എന്താ സമാധാനമില്ല.
സമാധാനം ആഗ്രഹിച്ചിട്ടാണ് കൗൺസിലിംഗ് സെന്ററിലേക്ക് ആളുകൾ പോണത്. 20,000 സിറ്റിങ്ങിന് 20,000 30,000 ചോദിച്ചത് കൊടുക്കാൻ റെഡിയാകുന്ന ആൾക്കാർ. എന്താണ് കാരണം? ഹൃദയത്തിനൊരു സമാധാനം കിട്ടണം അല്ലേ? എന്തിനാണ് ആളുകളെ ഒഴിഞ്ഞിരിക്കുന്നത്? ആളുകൾ ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്നത് സമാധാനമാണ്. എല്ലാം അവർക്കുണ്ട്, സമാധാനം മാത്രമല്ല. ആത്മഹത്യാ നിരക്കിൽ എടുത്തു നോക്കിയ സഹോദരങ്ങളെ, എന്താണ് കാരണം? മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട്. മനസ്സമാധാനം എവിടുന്ന് കിട്ടും? മനസ്സിനെ ഉണ്ടാക്കിയവൻ മനസ്സിൽ സമാധാനം ഇടണം. അവനിടാത്ത സമാധാനം ഒരു കൗൺസിലർക്ക് തരാൻ പറ്റില്ല. അവൻ സഞ്ചരിച്ച വഴിയിൽ നമ്മൾ പോയാലേ ഭൗതികമായി ചില തടസ്സങ്ങൾ കൊണ്ടോ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാളടുത്ത് പോയിരുന്നാൽ അയാളുടെ ഉപദേശം കിട്ടിയാൽ അത് റെഡിയായേക്കാം. പക്ഷേ അവനിടാത്തൊരു സമാധാനം ഒരാൾക്ക് നമുക്ക് കിട്ടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയണേ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കോ. അപ്പൊ ഞാൻ പറഞ്ഞോ, ഇസ്തിഗ്ഫാറിനെ തേടിയാൽ അള്ളാഹ് ഇസ്തിഗ്ഫാർ മാത്രമല്ല തരിക, പിന്നെന്താ തരിക? ഖുർആൻ പറയാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കോ, അവനോട് നിങ്ങൾ തൗബ ചെയ്തോ, അതായത് പാപമില്ലാത്തൊരു ജീവിതവുമായി നിങ്ങൾ സഞ്ചരിക്കാൻ ശ്രമിച്ചോ എങ്കിൽ ഒരു കാലയളവിലേക്ക് റബ്ബ് നിങ്ങൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യും. ഇമാം ഷൻഖീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ് ഈ മത്താഉൻ ഹസന നൽകും എന്ന് പറഞ്ഞാൽ, ഇസ്തിഗ്ഫാറിനെ തേടുന്നവർക്ക് അല്ലാഹു മത്താഉൻ ഹസന നൽകും എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലാഹിർ അന്നൽ മുറാദ ബിൽ മത്താഇൽ ഹസൻ സിഅത്തു റിസ്ഖി വറദ്ദുൽ ഐശി വൽആഫിയത്തു ഫിദ് ദുനിയ. അല്ലാഹു ഉപജീവനം വിശാലാക്കി തരും. നമ്മൾ എന്താണോ, നമുക്ക് പീടിയാണോ, നമുക്ക് ബിസിനസ് ആണോ, നമ്മൾ മാഷാണോ, നമ്മൾ ടീച്ചറാണോ, കൂലിപ്പണിക്കാരനാണോ, അതൊന്നും അല്ല വിഷയം. ഉള്ളതിൽ ബർക്കത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് വിഷയം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എട്ടങ്ങേറുണ്ടാകരുത്. ഉറങ്ങുമ്പോ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. ഉറങ്ങാൻ കിടന്ന ഉറക്കം വരണം. അതല്ലേ ആളുകളുടെ പ്രശ്നം? അതാണ് പ്രശ്നം. എങ്കിൽ അള്ളാഹു ഖുർആൻ പറയണേ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് മനസ്സമാധാനം നൽകും. അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖ് നൽകും. വറദ്ദുൽ ഐഷ്, നല്ല സുഖമുള്ള ജീവിതം കിട്ടും. പിന്നെയോ വൽആഫിയ ഫിദ് ദുനിയ, ദുനിയാവിൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. അഥവാ നമ്മൾ പോണോടത്തും ഇരിക്കണോടത്തും ചിന്തിക്കണോടത്തും ഇടപെടുന്നോടത്തൊക്കെ റബ്ബിന് ബർക്കത്ത് നൽകിയാല് ഖലാസ് മതി, അത് മതി. അത് നമുക്ക് കിട്ടും. എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സഹോദരങ്ങൾ? എന്താ ഇതർത്ഥം? അള്ളാഹുവിന് ബോധ്യപ്പെടാണ് എന്റെ അടിമ എല്ലാം കഴുകിക്കളഞ്ഞ് എന്നിലേക്ക് മുഖം തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് നമ്മളോട് ഒരാൾ മാപ്പ് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഉണ്ടാകുക? നമ്മളോട് ഒരാൾ വേണ്ടാവൃത്തി ചെയ്തു, എന്നിട്ട് ഓനോട് പോയി ഒന്നും ചെയ്യാതെ, എന്നാലും ഓന് തെറ്റാറൊന്നും പറഞ്ഞുകൊണ്ട് ചെയ്തില്ലല്ലോ. നമ്മൾ ലോജിക്ക് ചിന്തിച്ചു നോക്കി നിങ്ങള്. എങ്കിലേ റബ്ബ് പറയാൻ അള്ളാഹുവിനോടുള്ള ധിക്കാരം അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ധിക്കാരം. പക്ഷേ നമ്മളൊരാൾ മാപ്പ് പറയുന്നത് നമ്മൾ ഭയങ്കര സംഭവമാക്കി എടുക്കും. റബ്ബിനോട് നമ്മൾ മാപ്പ് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കും. എല്ലാം റബ്ബ് നമ്മൾക്ക് നൽകും. അതാണ് റഹ്മാനും റഹീമുമായ റബ്ബ്. ആ അർത്ഥത്തിലേക്ക് ഉയരാൻ നമുക്ക് പറ്റണം. മാത്രമല്ല, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരാൾ ഇസ്തിഗ്ഫാറിനെ എപ്പോഴും കൂടെ, എന്താണ് അതിന്റെ അർത്ഥം? ഇസ്തിഗ്ഫാറിനെ കൂടെ കൊണ്ട് നടന്നാൽ, അതാണ് ആ പദത്തിന്റെ അർത്ഥം. ഫോൺ നമ്മൾ കൂടെ കൊണ്ടിടക്കലില്ലേ, കണ്ണട കൂടെ കൊണ്ടിടക്കലില്ലേ, വണ്ടി കൂടെ കൊണ്ടിടക്കലില്ലേ? മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ കൂടെ കൊണ്ട് നടന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു അവനൊരു വഴിയൊരുക്കി കൊടുക്കും. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ, അവന്റെ എല്ലാ ഇടുക്കത്തിൽ നിന്നും അള്ളാഹു അവനൊരു വിശാലത, അത് പുറത്തേടാനുള്ള ഒരു വഴി അള്ളാഹു അവൻ കാണിച്ചു കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിൽ അള്ളാഹു അവൻ ഉപജീവനം നൽകും. അവൻ വിചാരിക്കാത്ത വഴിയിൽ നമ്മൾ വിചാരിച്ചടങ്ങാറായി പായണ്ട. മനസ്സിലായോ? നമ്മൾ സബബുകൾ, കാരണങ്ങൾ നമ്മൾ തേടണം. അത് മതി. നമ്മള് ബാക്കി അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. പടച്ചവന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്താലേ നമ്മൾ ഓടുന്ന വഴിയിൽ അള്ളാഹു നമ്മൾ വിചാരിച്ചതിലും വലിയ വിശാലത, നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ പ്രോഫിറ്റ് അള്ളാഹു നമ്മൾക്ക് നൽകും. അള്ളാന്റെ വാഗ്ദാനാണ്. അത് ഈ വിശ്വാസിക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്. കുറെ ഉണ്ടായാൽ പോരാ, അതെല്ലാവർക്കും ഉണ്ടാവും. കുറെ ഉണ്ടാകലുണ്ടല്ലോ, അതെല്ലാവർക്കും ഉണ്ടാവും. ഉള്ളതിൽ ബർക്കത്ത് അത് അള്ളാഹ് നമുക്ക് തരുന്ന സംഗതിയാണ്. അതില്ലോനെ ഒരിടങ്ങറില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായോ? ഒന്നുമില്ലെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. എല്ലാം ഉണ്ടായാലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അള്ളാഹുവിലേക്ക് അടുക്കുന്നവനെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നതാണ്. സഹോദരങ്ങൾ, ഇതാണ് നമ്മളെ പടച്ചവൻ. മനസ്സിലായോ? ഈ പടച്ചവനെ വിട്ടിട്ട് നമ്മൾ എന്തിനാ വേറൊരിടത്തേക്ക് പോണത്? അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനെ അറിയുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിൽ നിന്ന് പോകുമ്പോഴാണ് പ്രശ്നം സംഭവിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിന് വരെ അവിടെയാണ് സംഭവിക്കുന്നത്, അല്ലേ? അള്ളാഹുവിന് ആളുകൾ ഇങ്ങനെ അകറ്റി കൊണ്ടുപോവുക.
പറഞ്ഞ് അവസാനം മടവൂരുള്ള ശൈഖ് പടച്ചോനാണ് വരെ പറഞ്ഞു ആൾക്കാർ. ആലോചിച്ച് നോക്ക്, അതുവരെ പറഞ്ഞു ആൾക്കാര്. എന്ത് പറ്റി നമ്മുടെ ഉമ്മത്തിന് സഹോദരങ്ങളെ? മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചാൽ മുശ്രിക്ക് പറയും, ആരാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്? അള്ളാഹു ആണ്. ആരാണ് ആകാശത്ത് വെള്ളം ഇറക്കി തരുന്നത്? അള്ളാഹു ആണ്. അവരുടെ കപ്പലുകളെ ബോട്ടിനെ തിരമാല വിഴുങ്ങാൻ വരുമ്പോ ഒരു ലാത്തില്ല, ഒരു ഉൾസിൽ, ഒരു മനാത്തില്ല, പടച്ചോനെ അവർ വിളിച്ചിരുന്നത്. മനസ്സിലായോ? റുബൂബിയത്തിൽ വരെ ശിർക്ക് എന്ന് വെച്ചാൽ അബൂജഹലിനെക്കാളും വലിയ ശിർക്ക്. അബൂജഹൽ പറഞ്ഞിട്ടില്ല ആകാശം ഉണ്ടാക്കിയത് പടച്ചോനല്ല. മനസ്സിലായോ? നമ്മൾ ആളുകൾ പറഞ്ഞ് മരിച്ച് മണ്ണായി ദ്രവിച്ചു പോയ ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹമാണ് പടച്ചവനെന്നും പറഞ്ഞു. നൂഹ് നബി ചോദിച്ചില്ലേ? നൂഹ് നബി ചോദിച്ച സമൂഹം അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു. പടച്ചവൻ അള്ളാഹു അല്ലാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഖാലിഖ് അല്ലാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അതുവരെ പറഞ്ഞു നമ്മുടെ സമൂഹം. എല്ലാത്തിലും അള്ളാഹുവിന്റെ മേലെ കാളെ കൊണ്ടുപോയിക്കുക. നൂഹ് നബിന്റെ കപ്പൽ മുങ്ങാതിരിക്കാനുള്ള കാരണം മുഹീദ്ദീൻ ഷേഖിന്റെ കൈ അവിടെ ഉണ്ടായതുകൊണ്ടായിരുന്നു അല്ലേ? ഷെയ്ഖ് അറിയാത്തൊരു കാര്യം അള്ളാഹ് തീരുമാനിക്കൂല. പിന്നെ മലക്കുൽ മൗത്ത് കൊണ്ടുപോകുന്ന റൂഹിനെ ഷെയ്ഖിന് ഇഷ്ടമുള്ള ആളുകളുണ്ടായതുകൊണ്ട് തട്ടിയെടുത്തു. സഹോദരനെ, അള്ളാഹ് ആരാപ്പോ? അള്ളാഹു ആരാണ് സഹോദരങ്ങളെ? ഞാൻ പറഞ്ഞത് വെച്ചാല് ഈ സമൂഹത്തിന് എന്തുകൊണ്ട് പതനമുണ്ടായി? ഈ സമൂഹം എന്തുകൊണ്ട് പതനമുണ്ടായി? പോയി നോക്ക് പ്രവാചകരെ, നിന്റെ മുമ്പ് ഉണ്ടായ സമൂഹത്തിലെ നശിപ്പിക്കപ്പെട്ട, വെള്ളപ്പൊക്കത്തിൽ നശിപ്പിച്ച, ഇടിശബ്ദത്തിൽ നശിപ്പിച്ച, കാറ്റിലും മഴയിലും നശിപ്പിച്ച, ഭൂമിയിലെ കാണ്ടുപോയവർ എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്ന് പോയി നോക്ക്. അവരിൽ അധികം ആളുകളും ശിർക്ക് ചെയ്തവരായിരുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ പാതകം ശിർക്കാണ്. അള്ളാഹു ഭൂമിയിലും ആഖിറത്തിലും പൊറുക്കാത്ത പാപം ശിർക്കാണ്. ആരാണ് മഴ വർഷിപ്പിക്കുന്നത്? ഷെയ്ഖാണ്. എല്ലാത്തിനും ആരാണ് മറ്റേ വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത്? ഷെയ്ഖ് ഒന്ന് കണ്ണുമ്പിയ ഒക്കെ താന്നു പോകും. ഇതാരാണ് സഹോദരങ്ങളെ? മുസ്ലിമീങ്ങളാണ്. ഖിബിലക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നവരാണ് പറയണത്. നിസാരായിട്ട് കാണരുത്. നമ്മുടെ പരലോകത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആർക്കെങ്കിലും അങ്ങനത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ശിർക്കിലാണ്, കുഫ്റിലാണ്. ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, ശാശ്വതമായ നരകമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയ. അള്ളാഹു പോരെ, അള്ളാഹു മതി നമ്മൾക്ക്. ആ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ എല്ലാം തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല റെഡിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കാൻ നിർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സഹോദരങ്ങളെ, മഹാനായ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ഹാദൽ ഖുർആന യദുല്ലുക്കും അലാ ദവാഇക്കും വദാഇക്കും. ഈ ഖുർആൻ എന്താണ് നിങ്ങൾക്കുള്ള രോഗമെന്നും എന്താണ് അതിനുള്ള മരുന്ന് എന്നും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഉമ്മത്തിന്റെ രോഗം എന്ന് പറയുന്നത് അത് പാപങ്ങളാണ്. പാപത്തിലൂടെയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത്. അതിനുള്ള ഒറ്റ മരുന്നേ ഉള്ളൂ, കൈകൾ നാഥനിലേക്ക് ഉയർത്തി പാപമോചനം തേടുക എന്നുള്ളത്. അതുകൊണ്ട് വ്യക്തിപരമായും ആത്മീയമായും ഭൗതികമായും നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള കാരണമായി അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് അത് പാപമാണ്. പാപം ചെയ്ത സമൂഹത്തിന്റെ അവസ്ഥ ഖുർആൻ നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഖുർആനിൽ ഉള്ള മുൻ സമുദായങ്ങളും അവരിലുണ്ടായിരുന്ന പാപങ്ങളും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയവർ, ഇന്നുള്ള എന്ത് പാപങ്ങളുടെ തെറ്റുകളുണ്ടോ അതൊക്കെ മുൻ സമുദായത്തിൽ ഉണ്ടായതും അതിന് അള്ളാഹു കൊടുത്ത ശിക്ഷയും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവരിൽ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയവരുണ്ടായിരുന്നു, അവരിൽ ശിർക്ക് ചെയ്തവരുണ്ടായിരുന്നു, അവരിൽ സ്വവർഗരീതി നടത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അള്ളാഹു എങ്ങനെ ശിക്ഷിച്ചു, അവരിലൊക്കെ ആ പ്രവാചകന്മാർ എന്തു പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പലിശയുണ്ടായിരുന്നു. എല്ലാം കൊള്ളയും കൊലയും ഒക്കെ അവരിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ അത്തരം ആളുകളുടെ കഥകൾ പറയുമ്പോൾ അവരുടെ പര്യവസാനവും അവർക്കിറങ്ങിയ പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അത്തരം ഒരു തെറ്റിലേക്കും പോകുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തുക.
നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ ഒക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരിക്കുക. സമൂഹത്തിൽ തെറ്റ് കാണുന്ന സമയത്ത് പറയാൻ പറ്റുമെങ്കിൽ പറയാം. മാന്യതയും പക്വതയും അവിടുത്തെ യുക്തിയും ഉൾക്കൊണ്ടുകൊണ്ട്, മനസ്സിലായോ, വിവേകത്തോടുകൂടെ. എല്ലാവരും എല്ലായിടത്തും ഇപ്പോഴും ഒരുപോലെ പറയേണ്ടവരായിക്കൊള്ളുന്നില്ല. എല്ലാത്തിനും ഒരു രൂപമുണ്ട്. ആ രൂപമൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ നാവ് കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഉറക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് പിടിക്കുക. നമുക്ക് പല രൂപത്തിലും സമൂഹത്തിൽ ദഅവയുമായിട്ട് ഇറങ്ങിച്ചെല്ലാം. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഹഖിനെ സമൂഹത്തിൽ നമ്മൾ പ്രചരിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവനവന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നമ്മുടെ ഈ ഒരു പള്ളിയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. കുറച്ചധികം നമ്മൾക്ക് എന്തുണ്ട്, ഈ ഒരു പള്ളിയുടെ കഴിഞ്ഞ ആഴ്ചയിൽ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ കൊണ്ടുവന്ന നമ്മുടെ പുതിയ പരിഷ്കാരങ്ങൾ, നമ്മുടെ ആളുകളുടെ നിസ്കാരത്തിന്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ AC വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ സൗകര്യങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് നല്ലൊരു തുക നമ്മൾക്ക് ആവശ്യമായി വന്നതിൽ ഇവിടുത്തെ സഹോദരങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എഴുതിയ ആളുകളുണ്ട്. അവർ കഴിയുന്ന പരമാവധി വേഗത്തിൽ കൊടുക്കുക. പുതിയ ആളുകൾക്ക് ഇതിൽ ചിലതൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നതുണ്ടാവും. നമ്മുടെ ദീനിന് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ട് അത് നിയത്താക്കിയിട്ട് അത്രയും ആളുകൾ ഇവിടെ ഇത് ആസ്വദിക്കുന്നതിന്റെയും അവർ ആ ഒരു സുഖത്തിൽ ഇബാദത്ത് നിർവഹിക്കുന്നതിന്റെയും പുണ്യം നമുക്കുമുണ്ട് എന്നുള്ള ഒരു നിയത്തോടു കൂടെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധിയിൽ നമ്മൾ ഈ കാര്യത്തെ സമീപിക്കുക. നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. അത് ഇന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ കളക്ഷൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക. നേരിട്ട് കൊടുക്കേണ്ട അങ്ങനത്തെ പറയേണ്ടവരുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളായിട്ട് പറയാം, ഇവിടെ ഇടേണ്ട ആളുകൾക്ക് ഇടാം. എന്നിരുന്നാലും അതിനോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു സമീപനം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അവന്റെ ദീനിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് മരിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയും ഇത്തരം ദുരന്തങ്ങളുടെ വാർത്തകൾ വരുന്നതിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളുടെ നാടിനെ നീ കാത്തുരക്ഷിച്ചു റഹ്മാനെ. അള്ളാഹുവെ, ദുരന്ത ഭൂമികളിൽ എല്ലാം മറന്നിടപെട്ട കുറെ മനുഷ്യരുണ്ട്. അവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. നമ്മുടെ നാടിന്റെ ഈ ഒരുമയും ഈ ഒരു ഐക്യവും അള്ളാഹുവിനെ നിലനിർത്തണം റഹ്മാനെ. അതിനിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ കുതന്ത്രങ്ങളെ നീ നശിപ്പിക്കണം റഹ്മാനെ. സമുദായത്തിനും സമൂഹത്തിനും നേതൃത്വം നൽകുന്ന ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر إخواننا المسلمين في كل مكان. اللهم أيدهم بتأييدك يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. الحمد لله رب العالمين. صلى الله عليه وسلم.